പോളണ്ടും ലിത്വേനിയും തമ്മിലുള്ള അതിർത്തിക്ക് അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് സെയ്നി. 10 കിലോമീറ്റർ അപ്പുറമാണ് ക്രാസ്നഗ്രൂഡ. ഒരു 2000 ആൾക്കാർക്ക് താഴെ മാത്രം ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെയാണ് നൊബേൽ പ്രൈസ് ജേതാവായ മിവോഷിൻ്റെ കുടുംബ ഭവനം. അതാണ് ഇന്ന് ബോർഡർലാൻഡ് ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഡയലോഗ്. അതായത് അതിർത്തികളിൽ ജീവിക്കുന്നവരുടെ സംസ്കാരം, അവരുടെ ഐഡൻറ്റിറ്റി, ഇതിനെക്കുറിച്ച് പഠിക്കുകയും ലോകത്താകെ സഞ്ചരിച്ച് സമാധാനത്തിനും ടോളറൻസിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു NGO ആണ് ബോർഡർലാൻഡ് ഫൗണ്ടേഷൻ. അതിൻ്റെ സഹസ്ഥാപകനും എഴുത്തുകാരനും ഈസ്റ്റ് യൂറോപ്പിലെ വളരെ പ്രസിദ്ധമായ എഴുത്തുകാരനുമാണ് ക്രിസ്റ്റോഫ് ചിവൻസ്കി. അദ്ദേഹം ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അക്ഷരോത്സവത്തിൽ പങ്കെടുക്കാനാണ്. വളരെ അറിയപ്പെടുന്ന ഈസ്റ്റ് യൂറോപ്പിൽ വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ക്രിസ്റ്റോഫ്. അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു സ്ക്രോളിൽ എഴുതി തൂക്കിയാണ്. ഇവിടെ കനകക്കുന്നിൻ്റെ മരങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കവിതാശരങ്ങൾ ഞങ്ങൾ തൂക്കിയിടും. ഇത് അക്ഷരോത്സവത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഫീച്ചറുകളിൽ ഒന്നാണ്.